ഹായ്, എൻ്റെ പേര് സഹദ്. ഞാനിവിടെ ആലുവയിൽ സ്ഥലം മേടിച്ച് ബിൽനെക്സ് വഴി വീട് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫാമിലി. എൻ്റെ വൈഫ് സെറിൻ, ഷീ ഈസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ആൻഡ് മോൻ സായദ് UKG പഠിക്കുന്നു. സേ ഹായ്. ആൻഡ് ദിസ് ഈസ് അവർ ഹോം. ഞാനൊരു 2 വർഷം മുൻപാണ് ഈ സ്ഥലം വാങ്ങിക്കാനിടയായത്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ പ്ലോട്ട് ഒരു റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ അല്ല, കുറച്ചൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്ലോട്ടാണ് അത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ എത്രത്തോളം നല്ല രീതിയിൽ പണിയാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ബിൽനെക്സിൻ്റെ മനസ്സിലേക്ക് വന്നത്. പിന്നെ എല്ലാം അവരുടെ ആർക്കിടെക്ട്സ് കുറേ ഡിസൈനൊക്കെ വരച്ച് പ്ലോട്ടിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഡിസൈനാണ് ഇതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടിൻ്റെ ഇത് ഡിഫക്റ്റ് ആയതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയുക, ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഒരു അലങ്കാരമായി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത് എങ്ങനെ ചെയ്യണം, അത് എത്രയൊക്കെ ആർക്കിടെക്റ്റ് പറഞ്ഞു പ്ലാൻ കാണിച്ച് തന്നാലും ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമുക്ക് കോൺഫിഡൻസിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് VR-ൻ്റെ ഇത് കാണിച്ചു തന്നത്. അങ്ങനെ ഡിസൈൻ മൊത്തത്തിൽ VR-ലിട്ട് വീടിനകത്ത് കയറി കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ആയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. ഓരോ ലൈക്ക് ഫർണിച്ചേഴ്സ് ഇടുമ്പോഴാണേലും, അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഷേപ്പ് ഉള്ളത് കൊണ്ട്, ഈ ട്രയാങ്കുലർ ഷേപ്പിലായതുകൊണ്ട് അപ്പുറത്തെ റൂമുകൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. അത് മാറിയത് സത്യം പറഞ്ഞാൽ VR ഫീച്ചർ ഉള്ളതാണ്. അത് കണ്ടപ്പോഴാണ് അത് നമുക്കൊരു കോൺഫിഡൻസ് ആയി വന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ബെഡ്റൂം ഇല്ല. ആക്ച്വലി ലിവിങ് റൂമും കിച്ചനും ഡൈനിങ്ങും മാത്രമേ ഉള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിൽ. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. ഇല്ലെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും ഈ ലിവിങ് സ്പേസ് ആണെങ്കിലും എന്താണ്. അതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് മുഴുവനും ബെഡ്റൂംസും എല്ലാം മാറ്റിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളി ദീസ് 3 റൂംസ് ആക്കി കുറച്ച്. പിന്നെ ഓൾസോ വിചാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റും വീടുള്ളത് കൊണ്ട് ഭയങ്കര എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല, ഇരുട്ടായി പോവും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ചെയ്ത് വന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നല്ല എന്താ പറയുക, ഏറ്റവും ഈ വീട്ടിലിരിക്കാൻ സുഖമുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഇവിടെ എത്രയും വെളിച്ചവും കാറ്റുമുള്ള സ്ഥലം. മാത്രമല്ല കഴിഞ്ഞ ചൂട് വന്നാൽ പോലും നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും ഇവിടെ ഒട്ടും ചൂട് അനുഭവപ്പെട്ടില്ല ആക്ച്വലി. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ഇതിൽ യൂസ്ഫുൾ ആയത് ബിൽനെക്സിൻ്റെ ആപ്പാണ്. അപ്പോൾ ഞാൻ കൂടുതലും ആപ്പ് ട്രാക്ക് ചെയ്തിട്ടാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഡെയിലി ഫോട്ടോസ് വരും, അതുപോലെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം കാണുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇന്നത്തെ പണി എന്തൊക്കെയാണ് നടന്നേക്കണേ എന്നുള്ളതൊക്കെ. പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇവർ തന്നെ സ്നാക്സ് റേസ് ചെയ്യണ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്യൂ ഉള്ളത് അവർ തന്നെ ചെയ്തിട്ട് റേസ് ചെയ്ത് തന്നെ കാണിച്ചു തന്ന് അത് തന്നെ അവർ തന്നെ സോൾവ് ചെയ്തിട്ട് ഇതായിരുന്നു ഇഷ്യൂ, അത് ഇങ്ങനെ സോൾവ് ആക്കി ഇതാണ് ചെയ്തതെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ ഓരോ എന്താ പറയുക സ്ട്രക്ചറൽ ഇതാണെങ്കിൽ നോക്കിയാലും നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഉണ്ടായത്. പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ചെയ്തു വരുമ്പോൾ ആക്ച്വലി VR കണ്ടു, ഡിസൈൻ കണ്ടു, എല്ലാം കണ്ടെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത്രത്തോളം നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷേ ചെയ്തു വന്നപ്പോൾ എക്സാക്ട്ലി അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് എന്ന് പറയാം. അങ്ങനെ ഒരു ഇതിലാണ് നമുക്ക് വീട് കിട്ടിയത്. സോ വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്.